മതി അമ്മ, ഞാൻ കൊറേ നേരമായി ചാടുന്നു. ഏയ് പോരെ മോനെ, നല്ലോണം പ്രാക്ടീസ് ചെയ്താലല്ലേ ഫസ്റ്റ് കിട്ടൂ. എന്റെ പൊന്നമ്മ, എനിക്ക് അമ്മേനെ ഒട്ടും മനസ്സിലാവുന്നില്ല. അതെന്താടാ? അമ്മ എന്നെ ഒരിക്കലും ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും കളിക്കാൻ വിടാറില്ലല്ലോ. എന്നിട്ട് എന്തിനാ അമ്മ ഇപ്പൊ എന്നെ കൊണ്ടിങ്ങനെ തവളച്ചാട്ടം ചാടിക്കുന്നേ? എനിക്ക് കളിക്കണം എന്ന് പറയുമ്പോൾ അമ്മയല്ലേ എന്നോട് പറയാറ് കളിക്കൊന്നും വേണ്ട, പഠിച്ചാ മതിയെന്ന്. മോനെ ഓണാവാറായില്ലേ, അപ്പൊ ഓണപരിപാടികൾ ഉണ്ടാവുമല്ലോ. എന്റെ മോൻ വേണം എല്ലാ മത്സരത്തിലും 1ാം സ്ഥാനം വാങ്ങിക്കാൻ. അമ്മ എനിക്ക് വയ്യ അമ്മ, ഞാൻ മടുത്ത്. പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ഇനി ലെമൺ സ്പൂൺ ഉണ്ട്, സുന്ദരിക്കര പൊട്ടുവടലുണ്ട്, പിന്നെ നീ വീടിന് ചുറ്റും 3 റൗണ്ട് ഓടുകയും വേണം. എന്തിനീ? എന്നാലല്ലേ മോനെ എല്ലാത്തിനും ജയിക്കാൻ കഴിയൂ. അല്ല, അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ആണോ? നിന്റെ ഓണപരീക്ഷ തുടങ്ങുന്നവരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പരീക്ഷ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പരിപാടി ഉണ്ടാവല്ലോ. എന്താണ് നീ ചിരിക്കുന്നേ? അല്ല, അപ്പൊ ഇനി തൊട്ട് അമ്മേനെ കളിക്കാനൊക്കെ വിടുമല്ലേ? കളിക്കാൻ വിടുന്നോ? അത് ഞാൻ എപ്പോ പറഞ്ഞു? അല്ല, അമ്മ എനിക്കിപ്പോ ഈ പ്രാക്ടീസ് ഒക്കെ തരുന്നുണ്ടല്ലോ. ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ എന്റെ സ്റ്റാമിന കൂടുമല്ലോ. അങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റാമിന കൂടാൻ വേണ്ടിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചാ പോരെ? അയ്യടാ, ഈ ഓട്ടവും ചാട്ടവും അല്ല ഓണപരിപാടി വരെ മാത്രമേ ഉള്ളൂ. അതെന്താ? ഇനി അടുത്തതായി സ്കൂളിൽ വരാൻ പോകുന്ന മത്സരം ഡ്രോയിങ് ആ. അല്ല, അപ്പൊ ഇനി അടുത്തത് അതിന്റെ പ്രാക്ടീസ് ആണോ? അപ്പൊ എന്നെ വെറുതെ വിടാൻ ഒരു ഉദ്ദേശമില്ലല്ലേ? എടാ, എന്റെ ഒന്നും ചെറുപ്പകാലത്ത് എന്റെ വീട്ടുകാർ എന്റെ പഠിത്തത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. നീയൊക്കെ എന്തൊരു ഭാഗ്യവാനാ. നിന്റെ എല്ലാ കാര്യം ശ്രദ്ധിക്കാൻ ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? ഇത്രയും ഭാഗ്യം എനിക്ക് വേണ്ടായിരുന്നു.